നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അരങ്ങേറിയത് വ്യാപകമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളാണ്. ജനവിധി പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടും ഭരണകക്ഷിയായ CPM പ്രവർത്തകർ പ്രകടിപ്പിച്ചതാകട്ടെ തികച്ചും അക്രമാസക്തമായ പ്രതികരണമാണ്. രാജ്യത്തിൻ്റെ ആദർശങ്ങളായ അഹിംസയുടെ പ്രവാചകൻ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത സംഭവം, മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രതിമയ്ക്ക് നേരെ ബോംബേറുണ്ടായത്, പൊതുസ്ഥലങ്ങളിലും വ്യക്തിഗത സ്വത്തുക്കളിലും നടത്തിയ വ്യാപകമായ ആക്രമണങ്ങൾ എന്നിവയെല്ലാം ജനാധിപത്യ പ്രക്രിയയോടുള്ള കടുത്ത വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നു. വാളുകളും വടിവാളുകളുമൊക്കെ ഉപയോഗിച്ച് വീടുകൾ ആക്രമിക്കുകയും എതിർ പാർട്ടി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത നടപടികൾ ഫാസിസ്റ്റ് രീതികളോട് സാമ്യമുള്ള അത്യന്തം ഗൗരവകരമായിട്ടുള്ള സംഭവങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തോട് പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കഴിവില്ലായ്മയും അണികൾക്കിടയിലെ അച്ചടക്കമില്ലായ്മയും അടിവരയിടുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് CPM നേതൃത്വത്തിനും അണികൾക്കും അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പലയിടത്തും നിയന്ത്രണം നഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉടലെടുത്തത് തന്നെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരം കൈവിട്ടു പോയതോടെ പാർട്ടി സംവിധാനത്തിലെ ഒരു വിഭാഗം അക്രമാസക്തമായ പ്രവൃത്തികളിലൂടെ അരിശം തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. പൊതു ഇടങ്ങളിൽ അഴിഞ്ഞാടുകയും കാണുന്നവരെയെല്ലാം വാളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് നേരിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഇത്തരം അവിവേകപരമായിട്ടുള്ള നടപടികൾ അത് സംസ്ഥാന രാഷ്ട്രീയ അന്തരീക്ഷത്തിന് തന്നെ കടുത്ത ഭീഷണി ഇപ്പോൾ ഉയർത്തുന്നതാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളിൽ സംയമനം പാലിക്കണമെന്നും നിയമം കയ്യിലെടുക്കാതെ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കണമെന്നും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പരാജയം അംഗീകരിക്കാൻ വിസമ്മതിക്കുന്ന നേതാക്കൾ തങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ആക്രമണങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നുവെന്ന ആരോപണവും ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. എന്നാൽ ഈ അക്രമാസക്തമായ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ തന്നെ നിയമ നടപടികൾക്ക് വിധേയമാവുകയും അക്രമകാരികൾ ജയിലിലാവുകയും ചെയ്തതോടെ അക്രമത്തിൻ്റെ ആവേശം കെട്ടടങ്ങുന്ന കാഴ്ചയാണ് പിന്നെ കാണാനായത്. കണ്ണൂർ പാനൂരിൽ UDFൻ്റെ ആഹ്ലാദ പ്രകടനത്തിന് നേരെ വടിവാൾ ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 CPM പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാറാട് സ്വദേശികളായിട്ടുള്ള അമൽ, ശ്രീജു, ജീവൻ, രനീഷ്, സച്ചിൻ എന്നിവരാണ് പിടിയിലായ പ്രതികൾ. ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കഴിഞ്ഞു. ഇത് നിയമം നടപ്പിലാക്കുന്നതിലെ ഗൗരവകരമായിട്ടുള്ള നടപടിയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം രാമാന്തളിയിൽ ഗാന്ധി പ്രതിമ തകർത്ത കേസിലെയും പയ്യന്നൂർ UDF ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണ കേസിലെയും പ്രതികളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്ന് പയ്യന്നൂർ പോലീസ് വെളിപ്പെടുത്തുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വൈകിട്ടോടെയാണ് കണ്ണൂർ പാനൂരിലെ പാറാട് ടൗണിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. 25 വർഷങ്ങൾക്ക് ശേഷമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF പിടിച്ചെടുത്തത്. ഇതിൻ്റെ ഭാഗമായി പാറാട് ടൗണിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിന് നേരെ വാഹനങ്ങളിൽ എത്തിയ CPM പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. വ്യാപകമായ കല്ലേറും വടികൾ ഉപയോഗിച്ചുള്ള ആക്രമണവും നടന്നു. ലീഗിൻ്റെ ഓഫീസുകൾ അടിച്ചു തകർക്കുകയും പോലീസ് ബസിൻ്റെ ചില്ലുകൾ പോലും തകർക്കുകയും ചെയ്തു. ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിയുകയും UDF പ്രവർത്തകരെ തിരഞ്ഞ് വടിവാളുമായിട്ട് വീടുകളിലേക്ക് പാഞ്ഞു കയറുകയും ചെയ്തു. മണിക്കൂറുകളോളം പാറോടും പരിസരത്തും CPM അക്രമി സംഘം ക്രമസമാധാനം തകർത്ത് അഴിഞ്ഞാടുന്ന കാഴ്ചയായിരുന്നു കാണാനായത്. വീടുകളിൽ അതിക്രമിച്ച് കയറിയപ്പോൾ തിരിച്ചറിയാതിരിക്കാനായിട്ട് പാർട്ടി കൊടി കൊണ്ട് മുഖം മറച്ചാണ് അക്രമികൾ എത്തിയത് തന്നെ. ഈ ആക്രമണ സംഭവങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ നിസ്സംഗത വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കലാപസമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അന്നേരം പോലും പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. സംഭവത്തിൽ ഏകദേശം 50ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ഇതിന് പിന്നാലെ 5 പേരെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് നിയമ നടപടിയിലെ പക്ഷപാതിത്വം സംശയിക്കാൻ ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളെ വെറുതെ വിടാനായിട്ട് കോൺഗ്രസ് തയ്യാറല്ലെന്നും നിയമപരമായിട്ടുള്ള പ്രതിരോധം തീർക്കുമെന്നും ഉറപ്പിച്ച് പറയുന്നു. മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും നാട്ടിൽ നടക്കുന്ന ഈ ആക്രമണങ്ങൾക്ക് പാർട്ടിയുടെ ഒത്താശയുണ്ടെന്ന് പ്രതിപക്ഷം ശക്തമായി സംശയിക്കുന്നുണ്ട്. ആക്രമണ സംഭവങ്ങളിൽ പോലീസ് നിഷ്ക്രിയമായിരുന്നുവെങ്കിൽ അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുന്നറിയിപ്പ് നൽകി. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇത് തീക്കളിയാണെന്നും പ്രവർത്തകരെ സംരക്ഷിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് പ്രത്യാക്രമണം നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കണ്ണൂർ, ഉള്ളിക്കൽ, മണിപ്പാറ, വടകര, ഏറാമല, തുരുത്തിമുക്ക് എന്നിവിടങ്ങളിലെ കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടതും കാസർഗോഡ് ബേഡകത്ത് പോലീസുകാരെ പോലും ആക്രമിച്ച സംഭവം, അതുപോലെ ബത്തേരിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിന് നേരെ കമ്പിവടി ആക്രമണം നടന്നതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിലതെറ്റിയ CPMൻ്റെ അക്രമാസക്തമായ രാഷ്ട്രീയത്തെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായും നേരിടാൻ UDF സഖ്യം ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.